നൈസ്. ബാബു ഇല്ല, ഒഴിവാക്കി. അത് ട്വിറ്റർ ചെയ്തായിരിക്കും നിങ്ങള് കള്ളക്ക് കളിക്കല്ലേ. ചന്ദ്ര ചായ ഇട്ട വീഡിയോ ഒന്ന് നോക്കാവോ പ്ലീസ് അണ്ണാ? സോറി, താഴെ ഇട്ട വീഡിയോ. ഞാൻ മച്ചാൻ ചായ എന്തേലും ഇട്ടിട്ടെ നോക്കട്ടെ. നമുക്കൊക്കെ വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച ജീവിതസത്യം ഇവിടെയോ കാര്യം. ഒരു ദിവസം കണ്ടുമുട്ടും. അതല്ലേ കെട്ടാത്ത ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ? അങ്ങനെയാണ് അത്. ഇതെങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ ഇളകി നടക്കല്ലേ? നിങ്ങൾ ഇളകി നടക്കേണ്ട പറ്റി ഇളകി നടക്കുക. സമയമാകുമ്പോഴത്തേക്കും ഒരാൾ വരും. എപ്പോഴാ കല്യാണം? തീരുമാനിച്ചില്ല, ഞങ്ങൾ തീരുമാനിച്ചില്ല, കല്യാണം തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ തന്നെ കണ്ട എനിക്കൊന്ന് പ്രേമിച്ച കൊള്ളാന്നൊക്കെ തോന്നുന്നുണ്ട്. ഇയാൾക്ക് ഐശ്വര്യ റോയ് അല്ലേ വേണ്ടത്? അങ്ങനെ വല്ല സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. സ്വപ്നം കാണുന്നതിന് നമ്മളെന്തിനാ പിശു കാണിക്കുന്നേ? ഈഗിളിന്റെ വെച്ച് നോക്കിയാൽ ഭേദം ഭേദം ഭേദം. സത്യം പറയല്ല, ഈകളൊക്കെ എന്താ കാട്ടിക്കൂട്ടിയത്? ഈകള് സ്നേഹമൊക്കെ കാട്ടിക്കൂട്ടി കണ്ടോട്ടോ നിങ്ങളൊരു സമയത്ത്? അയ്യോ, നമ്മളൊക്കെ ടിക്ടോക്ക് ചെയ്യാതെ നല്ല കാര്യമായിപ്പോയിട്ട്. നമുക്ക് അന്നോട്ട് നമ്മൾ റിബല, നമ്മൾ ചെയ്യാറില്ല അന്നോട്ട്. എന്നാണോ ഒന്ന് കുത്തിപ്പൊക്കണം. അങ്ങനെയാണ് അണ്ടി. നീ എത്ര കൊണ്ടേ ഫോൺ വിളിച്ചു ഏത് കുറ്റിന്ന് നീ തങ്ങനെ അറിയോ? തങ്കൻ ഞാനാണോ കൊണ്ട കുറി മോനെ? നീ എന്നെ കണ്ടടാ. എടാ എന്ത് സിനിമയല്ലേ ഇത്? എൽ ക്ലാസിക്കോന്ന് ഞാൻ പറയും. എന്തിനാ ഹോട്ട് ബാഗ് എന്തിനാണ് യൂസ് ചെയ്യണേ? ഹോട്ട് ബാഗ് എടുത്ത് കഷത്തിൽ വെക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. പീരീഡ്സ് ഉള്ളവർ മാത്രം ഹോട്ട് ബാഗ് യൂസ് ചെയ്യൂ. എടാ അത്രയ്ക്കുള്ള വിവരം നിനക്കൊക്കെ ഉള്ളൂ. അറിഞ്ഞുകൂടെങ്കിൽ ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം എന്തിനാ ഹോട്ട് ബാഗ് ഉണ്ടാക്കണേ. നമുക്ക് വേദന ഉള്ള സ്ഥലങ്ങളൊക്കെ ഹീലാവാനും റിക്കവറൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഹോട്ട് ബാഗ് എന്ന് പറഞ്ഞാൽ പറയാം. അതിന് യൂസ് ചെയ്യും, മനസ്സിലായില്ലേ? അല്ലാതെ ഇത് വെച്ച് കഞ്ചാവ് വലിക്കാൻ പറ്റത്തില്ലല്ലോ. വെള്ളത്തര ഇതാണ് ഈ തലമുറയുടെ കുഴപ്പം. ഇതാണ് ഹോട്ട് ബാഗ് എന്തിനാണ്? പീരീഡ്സ് ആണ്. തീർക്കാവുന്ന കാലമല്ലേ ചായ? അല്ല, ആയില്ലെങ്കിലും ആവുമല്ലോ. അതിനു മുമ്പ് നമ്മൾ സംസാരിച്ചില്ലേ? പിന്നെ ഫിറ്റിംഗ് ആയി, പിന്നെ അടിയായി, പിന്നെ വാറിലോട്ട് പോയി. പ്രീവാർ, ഇൻഷ്യലി പ്രീവാർ, എനക്കേട്. ഫ്ലാഷ് ബാക്ക്. ഹലോ, ഒന്ന് പോയി തരുമോ? ആനപ്പെട്ടകളെ കുറെ നേരമായല്ലോ. ഇവിടെ സർവൈറ്റർ സിറ്റുവേഷൻ ഇല്ല, അതിന്റെ ഇടയിൽ കൂടെ ആനപ്പെട്ട ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എനിക്ക്? നിന്റെ ആരിലാണോടാ പുല്ലേ ഇവിടെ വന്ന് ഉണ്ടാക്കുന്നത്? അല്ല നിന്റെ ആരിലാണോ? അല്ല നിന്റെ ആരിലാണോ? സംസാരിക്കാനും പറ്റും നമുക്ക്, മനസ്സിലായോ? എന്താ നമ്മളെ പറ്റി കരുതിയേക്കുന്നേ? അയ്യോ, എന്തൊരു മാന്യമായിരുന്നില്ലേ? അയ്യോ ജോമു, അയ്യോ. 2 പെഗ് ഒഴിച്ചു കൊടുത്ത് അവനെ വിട്ടാണ്ടല്ലോ. അവൻ ഗ്യാങ്ങിന് ഒരു ബാനും വാങ്ങിത്തരും. അവനും പിന്നെ 1 മാസം കളിക്കൂല. സത്യം പറയല്ല. ആവേജ വന്ന നമുക്ക് നമ്മുടെ ജോസൂട്ടിനെയൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് വരാം. വന്നേ ഇങ്ങോട്ട്. അല്ലല്ല മോൻ, അവൻ വാങ്ങിയാട്ടോ. അല്ലല്ല മോൻ എന്റെ കഷ്ടത്തിലായിരുന്നു. ആളെ എടുത്ത് ബാലെടുത്ത് എന്റെ പയ്യൻ. എന്താ 2026 സാവേജ് 2026 ഞാൻ നന്നായെന്ന് പറഞ്ഞ നന്നായി. നിങ്ങളുടെയൊക്കെ മൈൻഡ് സെറ്റ് ആണ് പ്രശ്നം. ഞാൻ സംസാരിച്ച വള്ളിയാവും, അതാണ് നിങ്ങളുടെ പ്രശ്നം. അത് ഈ വർഷത്തോടെ മാറ്റുവാണ് ഞാൻ. ഈ വർഷത്തോടെ അതങ്ങ് മാറ്റി. എവിടെ കാണും ഈ ജോസൂട്ടി എന്ന് പറയുന്നത്? ഹലോ ടി ജി, ഹലോ
ബ്രദർ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള കോ-ലീഡർ ജോസൂട്ടി ഉണ്ടോ? നമുക്ക് 2026 ഞാനൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ നന്നാവാൻ വേണ്ടി ഇരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്യനാ ചന്ദ്രല്ല ഹോട്ട് ബാഗ് സീറ്റിന്റെ അടിയിൽ വെച്ചേക്കണേന്നാ. സീറ്റിന്റെ അടിയിലല്ല, ഞാൻ ഹോട്ട് ബാഗിന്റെ കാലിൽ വെച്ചോണ്ടിരിക്കുക, മനസ്സിലായില്ലേ? ഇനി നമുക്ക് കുറച്ചു നേരം ഇത് ബാക്കിൽ വെക്കാം. ഒരു BM ഒക്കെ എടുക്കണം കേട്ടോ. പൊള്ളിയാ. എടോ വിഷയോടാ. നൈസ് ബ്രോ. അബി ആർട്ട് എന്തൊരു പടം കൂടി വച്ചു തരുമോ ബ്രോ? അബി നൈസറാ, നൈസ്. വിഷയം ഒന്നും പറയല്ല, കിടില. ലെവി പ്ലീസ് സബ് അയച്ച. അല്ലല്ല ലെവി സബ് ചെയ്യില്ല. നിന്റെ ചാനൽ നശിച്ചു പോകും നിന്റെ. ബിഗ്മി സായിപ്പേ, നീ തന്തയില്ലായ്മ കാണിക്കുമെന്ന് ബിലാൽ പറഞ്ഞു. നീയാണോ തീരുമാനിക്കണേ കുണ്ടച്ചിമോനെ? തന്തയുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കണേ നീയാണോ? നീ ആര്? നീ കുണ്ടച്ചിമോനെ? നീ ആരാണ്? ഏതോ പട്ടിക്കുണ്ടായ 1000 പൂണ്ടച്ചിമോൻ ആവാരാതി. എന്ത് തെറിയല്ലേ സായിപ്പ്, ഭയങ്കര തെറിയല്ലേ? അത് കൊള്ളാടാ. അത് TV ക്ലിക്സ് നൈസറാ. അത് ഒരു വിഷയം നൈസ്, നന്നായിട്ടുണ്ടായിരുന്നു. എതിരായ ഒരു ചെറുതും നടക്കാൻ പോലും നമുക്ക് പാർക്കാൻ കഴിയില്ല. ഇനി എന്റെ നീ എണ്ണി തുടങ്ങി. ഞാൻ കാണില്ലല്ലോ പെയ്ഡ് അവന്റെ. അപ്പൊ എനിക്കൊരു ചെറിയ കമ്മിറ്റ്മെന്റ് എന്റെ അടുത്ത്, കമ്മിറ്റ്മെന്റ് എന്നുള്ളതിന്റെ അപ്പുറത്ത് എനിക്ക് എന്തോ ഒരു ഇത് വേറൊരു തരം ഫീലിങ്സ് ഒക്കെ എനിക്ക് നിന്റെ അടുത്ത് തോന്നുന്നുണ്ട്, മനസ്സിലായോ? ഇപ്പൊ ഞാൻ കാര്യം പറയട്ടെ, ഇപ്പൊ എനിക്ക് റെസ്പെക്ട് ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ആണോ? അയ്യോ ഇങ്ങനെയാണോ റെസ്പെക്ട്? നീ സേഫാണ്, നീ മരിക്കൂല, ഞാനേ മരിക്കോളൂ. ഹലോ മരിക്കുവേ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ നമുക്ക് നടക്കേണ്ട ആവശ്യമുണ്ടോ? കമ്മിറ്റഡായോ? നമ്മളൊക്കെ ഉണ്ടല്ലോ എത്ര വർഷം എടുത്തിട്ടല്ലേ ആർപിയിലൊക്കെ കമ്മിറ്റഡ് ആയേ. ലാസ്റ്റ് നോക്കാനാ? ലാസ്റ്റ് എന്തോന്നു? ഇങ്ങനത്തെ കാട്ടപരാധങ്ങൾ എൻ്റെ ഡിസ്കോഡിൽ ഇടല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാൻ തരുമോ ഞാൻ? ബാക്കി നമ്മള് കണ്ട വാഹനൻ
ഒന്ന് തടവി തരുവാടാ, വിന്തോട് ഉള്ളി ഇട്ട് തരാടാ. ശാരീരം ഇല്ലാതെ വേറെ തടവി തരുവാ. എന്റെ ഈ പൂ പോലത്തെ ചുണ്ടിൽ എന്റെ മുറിച്ചുണ്ട്, അങ്ങനെ എന്തെങ്കിലും മതി. അങ്ങനെ കൊണ്ടുവരാ പെണ്ണുമില്ല പടക്കവും ഇല്ല, എന്റെ സ്വന്തം മുട്ട നക്കി കിടക്കണവനൊക്കെ കഴിഞ്ഞ പെണ്ണിന് പറഞ്ഞു കൊടുക്കണം. ഇതാണ് പണി. ഉടനെ അടുത്ത് ബാനായിട്ട് അങ്ങ് തരും, അടിച്ചങ്ങ് തരും. തന്താനെ തന്താനെ മെക്കെടുക്കാൻ പോണേ ഗൈസ്, മെക്കെടുക്കാൻ പോണേ.